ഒരു ഗ്രാമത്തിൽ വിക്രം എന്നയാൾ സ്വന്തമായി പട്ടാണി കൃഷി ചെയ്ത് സന്തോഷത്തിൽ ജീവിക്കുകയായിരുന്നു. അവൻ അവന്റെ പട്ടാണിയും എടുത്ത് കടയിലോട്ട് പോവുകയായിരുന്നു. എല്ലാരും ഇങ്ങോട്ട് നോക്കൂ, നല്ല ചൂട് പട്ടാണി സമൂസ കഴിക്കാൻ വാ. അപ്പോഴേക്കും അവിടെ എവിടുന്നോ ഒരു വൃദ്ധൻ അവന്റെ കടയിലേക്ക് എത്തും. അതെ, എല്ലാരും ഇവിടെ ഉരുളക്കിഴങ്ങ് സമൂസ വിൽക്കുമ്പോ നീ എന്താ പട്ടാണി സമൂസ വിൽക്കുന്നേ? ഇതിനകത്ത് നീ ഉരുളക്കിഴങ്ങും പട്ടാണി ഇടുന്നുണ്ടോ? ചേട്ടൻ ഇവിടെ പുതിയതാണോ? ഞാനിതിൽ ഉരുളക്കിഴങ്ങ് ഉപ്പ് മസാല ഒന്നും ഇടത്തില്ലേട്ടാ, നല്ല പച്ച പട്ടാണി ഇട്ട് ഉണ്ടാക്കി തരും, അതും നിങ്ങളുടെ മുമ്പിൽ തന്നെ. ഞാനിവിടെ പുതിയതൊന്നും അല്ല, ഞാനിവിടെ ചെറുപ്പം തൊട്ട് താമസിക്കുന്നതാ. അതൊക്കെ പോട്ടെ, ഈ പച്ചപ്പട്ടാണി സമൂസക്ക് എന്താ വില? 1 രൂപ. എന്താ 1 രൂപ പോലും ഇല്ല കയ്യില്? ഇത് കേട്ട് അയാൾ ഞെട്ടിപ്പോയി. നീ എന്താടോ ഇങ്ങനെ പറയുന്നേ? മര്യാദക്ക് സംസാരിക്കേ. ഞാൻ മര്യാദക്കാ സംസാരിക്കണേ. എന്റെ മര്യാദക്കേട് നിങ്ങൾ താങ്ങത്തില്ല കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ സാധനം തരും, ഇല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഇവന് ഭ്രാന്താണെന്നാ തോന്നുന്നേ. എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് വേറെ കടയും ഇല്ലല്ലോ. എന്നാ ഒരു 10 സമൂസ തന്നേ. വിക്രം അദ്ദേഹത്തിന്റെ മുമ്പിൽ സമൂസ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ പച്ചപ്പട്ടാണി പൊളിച്ചെടുത്ത് സമൂസ ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ആദ്യ സമൂസ നല്ല രുചിയോടെ കഴിച്ചു. അടുത്തതും കഴിച്ചു. കുറച്ചു നേരത്തിനുള്ളിൽ 10 സമൂസയും അദ്ദേഹം കഴിച്ചു. 10ാമത്തെ സമൂസ കഴിച്ചതോടെ അദ്ദേഹം ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇവിടുത്തെ ഗ്രാമത്തലവനായിരുന്നു. ഞാൻ ഈ ഗ്രാമത്തിലുള്ളവരെ ഒരുപാട് പറ്റിച്ചു. ഒരുപാട് പേരുടെ ഭൂമിയൊക്കെ തട്ടിയെടുത്തു. എല്ലാവരുടെ സ്വർണമൊക്കെ എന്റെ അടുത്ത് പണയം വെപ്പിച്ചു. അതുമാത്രമല്ല, വീടുകളിൽ നിന്ന് പൈസയൊക്കെ ഞാൻ മോഷ്ടിപ്പിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതെല്ലാം കൊണ്ട് ഒരു രാത്രി ഞാൻ ഇവിടുന്ന് മുങ്ങുന്ന സമയം എവിടെ നിന്നോ ഒരു പയ്യൻ വന്ന് എന്റെ മുമ്പിൽ ചാടി. ഇതെല്ലാം കണ്ടു. ഇരുട്ടായിരുന്നത് കൊണ്ട് ഞാൻ അവന്റെ മുഖം കണ്ടില്ല. ഞാനങ്ങ് പേടിച്ചുപോയി. അവനെ ഞാനങ്ങ് തീർത്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ അവനെ ഇവിടുത്തെ പട്ടാണി കൃഷിഭൂമിയിൽ അങ്ങ് കുഴിച്ചു മൂടി. എന്നിട്ട് ഞാനിവിടുന്ന് എന്നേക്കുമായി ഓടിപ്പോയി. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഇത്രയും കള്ളത്തരം കാണിച്ചിട്ട് എന്റെ അടുത്ത് മര്യാദ കാണിക്കാൻ പറയുന്നോ? ഇതെന്താ എന്റെ വായിനെങ്ങനെ ഈ സത്യങ്ങളൊക്കെ പുറത്തു വന്നേ? ഇന്നാ നിന്റെ പൈസ പിടിച്ച, ഞാൻ പോട്ടെ. പൈസ കൊടുത്തിട്ട് ആ വൃദ്ധൻ ഗ്രാമത്തിലേക്ക് നടന്നുപോയി. അദ്ദേഹം ഗ്രാമത്തിലെത്തി എല്ലായിടവും നോക്കി. ഈ ഗ്രാമത്തില് പഴയ ആൾക്കാരൊന്നും കാണാൻ സാധ്യതയില്ലല്ലോ. എല്ലാത്തിനും ഞാൻ പറ്റിച്ചതല്ലേ. അതുകൊണ്ട് എല്ലാരും ഈ ഗ്രാമം വിട്ട് പോയിട്ടുണ്ടാകും. ഇവിടെയുള്ളവരൊക്കെ ഒന്നുപോയി പരിചയപ്പെടാം. എന്നെ ഒരുത്തനും മനസ്സിലാവാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം ഞാനിപ്പോ വയസ്സായില്ലേ. ഗ്രാമത്തിലെ ഓരോരുത്തരുമായി അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അപ്പോ ഒരാൾ പറഞ്ഞു, അതേ പയ്യന്മാരെ, നിങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം പട്ടാണി സമൂസ തന്നെയാ. ആ റോട്ടിൽ സമൂസ വിൽക്കുന്നവൻ ഇച്ചിരി പെശകാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ആ സമൂസക്ക് നല്ല രുചിയാ. എനിക്ക് തോന്നുന്നത് തനിക്ക് ഭ്രാന്താണെന്നാണ്. ഇവിടെ സമൂസക്കാരനൊന്നും ഇല്ലടേ. ഇവരെന്താ എന്നെ ഭ്രാന്തൻ എന്ന് പറയുന്നേ? എനിക്ക് തോന്നുന്നത് ആ സമൂസക്കാരനെ പോലെ തന്നെയാ ഇവിടെ ഉള്ളവന്മാരും. ഒരു ബോധവും ഇല്ല. ഇവിടുന്ന് പോയിട്ട് വേറെ വല്ലവരോട് ചോദിച്ചു നോക്കാം. ആ വൃദ്ധൻ അവിടെ നിന്ന് പോയി. ആ പയ്യന്മാര് ചിന്തയിലായി. ഡേയ്, ഇയാള് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഇനി രാത്രി ഇവിടെ വല്ല സമൂസക്കാരനും വന്ന് കടയിട്ടോ? എന്നാലേ നമുക്കൊന്ന് പോയി കഴിച്ചു നോക്കിയാലോ? അങ്ങനെ അവർ വഴിയിലേക്ക് നടന്നു. അവിടെ കുറെ കച്ചവടക്കാരുണ്ടായിരുന്നെങ്കിലും സമൂസക്കാരനെ അവര് കണ്ടില്ല. അവര് കുറെ പേരോട് അന്വേഷിച്ചു, പക്ഷെ ആർക്കും അറിയില്ല. എന്റെ പിള്ളേരെ, ഇവിടെ സമൂസക്കാരനൊന്നും ഇല്ല. ആരാ പറഞ്ഞേ? അപ്പൊ ആ വയസ്സം വല്ല ഭ്രാന്താശുപത്രിയും ചാടി വന്നായിരിക്കും. നമുക്ക് പോവാം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വിക്രമിന്റെ കടയിൽ ഒരു സ്ത്രീ വന്നു. പട്ടാണി സമൂസയോ? പട്ടാണി കൊണ്ടുള്ള സമൂസ മാത്രമേ നീ ഉണ്ടാക്കുള്ളോ? അതെ, ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് സമൂസ ഉണ്ടാക്കുന്നത്. ഇതിൽ ഉപ്പ് ഇടില്ല, മസാല ഇടില്ല. പച്ച പട്ടാണി എടുത്ത് ഫ്രൈ ചെയ്താ ഉണ്ടാക്കുന്നത്. സ്വാദില്ലെങ്കിൽ പൈസ വാങ്ങത്തില്ല. അത് പിന്നെ ഒരു സമൂസക്ക് 1 രൂപയേ ഉള്ളൂ. മേടിച്ച പിന്നെ കഴിച്ചേ പറ്റൂ. ഇതെന്ത് സംസാരമാണ്? കഴിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ. ഇങ്ങനെ സംസാരിച്ച ആരെങ്കിലും നിന്റെ സമൂസ കഴിക്കോ? ഞാൻ പോവാ. ഇത്രയും പറഞ്ഞ ആ സ്ത്രീ അവിടുന്ന് പോവുകയായിരുന്നു. അവൾ കുറച്ചങ്ങ് നടന്നപ്പോൾ അവളുടെ കാലുകൾ കുഴയുന്നത് പോലെ തോന്നി. പക്ഷെ അവൾ തിരിഞ്ഞു നോക്കിയപ്പോ അവളെ ഒരു മരത്തിൽ അവൻ പെട്ടെന്ന് കയറ് വെച്ച് കെട്ടിയിട്ടു. എന്തിനാ നീ എന്നെ കെട്ടിയിട്ടേക്കുന്നത്? ഞാനൊന്ന് നിലവിളിച്ചാൽ ഗ്രാമത്തിലുള്ളവർ നിന്നെ അടിക്കും. അതെ, ഇവിടെ ആരും ഇല്ലേ? ഈ ചെറുക്കൻ എന്നെ കയറ് വെച്ച് കെട്ടിയിട്ടേക്കാണ്. എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നു. ഇവിടെ ആരും ഇല്ലേ? ആരും ഒന്നും കേൾക്കുന്നില്ലേ? എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂ. ഗ്രാമത്തിലെ ആൾക്കാരൊന്നും അവളെ കാണുന്നുമില്ല. അവൾ പറയുന്നത് കേൾക്കുന്നുമില്ലാത്ത പോലെ തോന്നി. വിക്രമപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ നിന്നെ രക്ഷപ്പെടുത്താൻ ആരും വരത്തില്ല. മര്യാദക്ക് എന്റെ സമൂസ കഴിക്കുന്നത് നിനക്ക് നല്ലത്. എന്റെ പൊന്നനിയാ, ഞാൻ നിന്റെ സമൂസ കഴിക്കാം. ആദ്യം എന്നെ ഒന്ന് ഇവിടുന്ന് ഊരിവിട്. വിക്രം അവളെ അഴിച്ചുവിട്ടു. വിക്രം പട്ടാണി പൊളിച്ച് നല്ല ചൂടെണ്ണയിൽ സമൂസ പൊരിച്ചെടുത്ത് അവൾക്ക് കൊടുത്തു. ആ സ്ത്രീ ആദ്യത്തെ സമൂസ കഴിച്ചു, പിന്നെ ഒരെണ്ണം കൂടെ. അങ്ങനെ 10 സമൂസ അവള് തിന്നു. നിന്റെ സ്വഭാവം എന്തോ മാതിരി. പക്ഷെ നിന്റെ ഈ പട്ടാണി സമൂസ ഒരു രക്ഷയില്ലാട്ടോ. പെട്ടെന്ന് അവൾ അവനോടൊരു കാര്യം പറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മുതലാളിനെ പ്രണയം നടിച്ച് വശത്താക്കി. അയാള് ഭയങ്കര പണക്കാരനായിരുന്നു. അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു.
പൈസയോടുള്ള ആർത്തി കാരണം അയാളുടെ ഭാര്യയെ ഞാൻ കൊന്ന് ഇവിടുത്തെ പട്ടാണി കൃഷിഭൂമിയിൽ ഞാൻ കുഴിച്ചിട്ടു. അയാളുടെ എല്ലാ പൈസ എടുത്ത് ഞാൻ ഇവിടുന്ന് ഒരു പോക്ക് പോയി. ഇത്രയും വലിയ തെറ്റ് നീ ചെയ്തിട്ട് എന്റെ അടുത്ത് ചാടിക്കടിക്കാനായിട്ട് വരുന്നോ നീ? അയ്യോ അല്ല, ഇതെന്തിനാ ഞാൻ നിന്നോട് പറഞ്ഞേ? അത് പിന്നെ എന്താ പൈസ പിടിക്കാൻ ഞാൻ പോട്ടെ. പൈസ കൊടുത്ത് അവൾ അവിടുന്ന് ഓടിപ്പോയി. അങ്ങനെ ഒരു ദിവസം അയാളുടെ കടയിൽ ഒരാള് വന്നു. അയാളും സമൂസ കഴിച്ചു കഴിഞ്ഞപ്പോ അയാളും എന്തൊക്കെയോ പറഞ്ഞു. ജാപ്പട്ടി ഗ്രാമത്തില് താമസിച്ചേ ഞാൻ ഒരുപാട് കുടിക്കുമായിരുന്നു. എന്നിട്ട് എന്റെ ഭാര്യയെ പിടിച്ച് അടിക്കും. ഒരു ദിവസം അവൾ എന്റെ നേരെ കയ്യോങ്ങി. എന്നിട്ട് ഞാൻ അവളെ കൊന്നു കളഞ്ഞു. എന്നിട്ട് ഇവിടുത്തെ കൃഷിഭൂമിയിൽ അങ്ങ് കുഴിച്ചിട്ടു. അയ്യോ, ഇതെന്താ ഞാനീ പറഞ്ഞേ? ഇന്ന പൈസ പിടിച്ചോ. പൈസ കൊടുത്ത് അയാളും അവിടുന്ന് ഓടിപ്പോയി. ഒരു ദിവസം ഇവര് 3 പേരും കണ്ടുമുട്ടി. 3 പേരും പഴയ ആൾക്കാരായതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. അയ്യോ, നിങ്ങൾ പഴയ തലവനല്ലേ, വയസ്സായല്ലോ. ആ ചേട്ടൻ നിങ്ങളുടെ കുടിയൊക്കെ നിന്നു ഇപ്പോ. ഞാൻ ചത്താലും കൂടി നിർത്തില്ല. കുറെ നാൾക്ക് ശേഷം നിങ്ങളെ കണ്ടതിൽ സന്തോഷമായി. ഇവര് സംസാരിച്ചു നിൽക്കവേ പോലീസ് അവിടെ എത്തി. കൂടെ വിക്രമും അവിടെ എത്തി. അല്ല ഇൻസ്പെക്ടർ സാറേ, ഞങ്ങളെ എന്തിനാ പിടിച്ചോണ്ട് പോകുന്നേ? ആൾക്കാരെയൊക്കെ കൊന്നിട്ട് നീ വിലസി നടക്കുവാ. ബാക്കി ജീവിതം ഇനി ജയിലിൽ കിടക്കാം. ആദ്യം ഈ റെക്കോർഡിംഗ് ഒന്ന് കേട്ടെ 3 പേരും. പട്ടാണി സമൂസ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ 3 പേരും എന്തൊക്കെ അവിടെ പറഞ്ഞോ. ആ റെക്കോർഡിംഗ് അവര് 3 പേരും കേൾക്കുകയായിരുന്നു. അവര് പേടിച്ചു, ഞെട്ടിയും പോയി. അപ്പൊ വിക്രം പറഞ്ഞു, അതെ, 3 പേരും ശ്രദ്ധിച്ചു കേക്ക്. ഞാൻ മനുഷ്യനല്ല, ആത്മാവാണ്. എടക്കിളവാ, തന്റെ മുമ്പിൽ വന്ന പയ്യൻ ഞാനാണ്. എന്നെയാണ് താൻ കൊന്നത്. എന്നിട്ട് എന്റെ കൃഷിഭൂമി തന്നെ നീ എന്നെ കുഴിച്ചിട്ടു. ഇവൾ ഒരുത്തനെ കിട്ടാൻ വേണ്ടി അവന്റെ ഭാര്യയെ കൊന്നു. ഈ കള്ളുകൂടിയൻ അവന്റെ ഭാര്യയെ തല്ലിക്കൊന്നു. ഞങ്ങൾ 3 പേരുടെ ആത്മാവ് അവിടെ തന്നെ ഉണ്ട്. ഓഫീസർ, നിങ്ങൾ ഒരുപാട് പഠിച്ചതല്ലേ. എല്ലാ ചെടികളിലും ജീവനുണ്ട്. അതുപോലെ എൻ്റെ കൃഷിഭൂമിയിലും ജീവനുണ്ട്. പിന്നെ ആത്മാവ് പറയുന്ന ആരും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ റെക്കോർഡർ എൻ്റെ കടയിൽ വെച്ചത്. ഇൻസ്പെക്ടർ, ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പൊക്കോളൂ. ഞാൻ എൻ്റെ കട അടക്കാൻ പോകുന്നില്ല. ഇവരെ പോലെ എത്ര ദുഷ്ടന്മാരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. കള്ളങ്ങളൊന്നും ഒരുപാട് നാൾ ഒളിഞ്ഞിരിക്കില്ല. ഇത്രയും പറഞ്ഞ് വിക്രമിന്റെ ആത്മാവ് അപ്രത്യക്ഷമായി. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ഇനിയുള്ള കാലം ജയിലിൽ. മോഹൻ അവന്റെ ഉന്തുവണ്ടിയിൽ ഉരുളക്കിഴങ്ങ് വെച്ചോണ്ട് മാർക്കറ്റിൽ വരും. രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്നാലും ഒരു ഉരുളക്കിഴങ്ങ് പോലും വിറ്റുപോകുന്നില്ല. ആകാശം ഇരുണ്ട് കയറി നല്ല ഇടിയും മിന്നലും. കൂട്ടത്തിൽ നല്ല മഴയും പെയ്യാൻ തുടങ്ങി. ദൈവമേ, ഇത്രയും നേരമായിട്ടും ഒരു ഉരുളക്കിഴങ്ങ് പോലും വിറ്റില്ലല്ലോ. മാത്രമല്ല എല്ലാ കിഴങ്ങും മഴ കാരണം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എന്ത് വിൽക്കും? മോഹൻ വിഷമത്തോടെ നനഞ്ഞ ഉരുളക്കിഴങ്ങും കൊണ്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു. വരുന്ന വഴിക്ക് അവന്റെ കാല് കുഴിയിൽ വീണവും വീഴും. കാലിൽ നല്ല പരിക്കുമേക്കും. ആ പരിക്കുമായി മോഹൻ എങ്ങനെയൊക്കെ ഉന്തി ഉന്തി വീട്ടിലേക്ക് എത്തും. അവന്റെ കാലിൽ നിന്നും ഒരുപാട് രക്തം വരും. അതെ, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? ഈ മുറിവ് എങ്ങനെയാ വന്നത്? ഒരു കാര്യം മനസ്സിലാക്കൂ രേഖ, നമ്മുടെ ജീവിതം മോശമാണെങ്കിൽ പിന്നെ സംഭവിക്കുന്നതെല്ലാം മോശമായിരിക്കും. ഇതും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങൾ വിഷമിക്കാതെ വസ്ത്രം മാറിയിട്ട് വാ, ഞാൻ അതിൽ മരുന്ന് പുരട്ടിത്തരാം. മോഹൻ ബെഡ് റെസ്റ്റിലായി പോകും. ആദ്യമൊക്കെ വീട്ടിലെ ചെലവൊക്കെ എങ്ങനെയൊക്കെ നടന്നു പോവും. രാവിലെ തൊട്ട് അവരൊന്നും കഴിച്ചിട്ടില്ല. 2 പിള്ളേരും വിഷമിച്ചിരിക്കുക. സങ്കടപ്പെട്ടിരിക്കുന്ന പിള്ളേരെ കണ്ട് രേഖ, എന്തു പറ്റി? എന്താ നിങ്ങളെ മുഖം വാടിയിരിക്കണേ? അമ്മ, അച്ഛന് ജോലിക്ക് പുറത്തു പോവാൻ പറ്റത്തില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ ഒന്നും കഴിക്കാനില്ലല്ലോ. എനിക്ക് ഈ വിശപ്പ് എങ്ങനെ അടക്കണം എന്നറിയില്ല. വിശപ്പ് ഇങ്ങനെ എപ്പോഴെപ്പോഴും വരുവാ. പക്ഷേ ഒരു പ്രശ്നമില്ല അമ്മേ. അമ്മ വിഷമിക്കേണ്ട, ഞങ്ങൾ വെള്ളം കുടിച്ച് വിശപ്പ് തീർത്തോളാം. ഇത് കേട്ട് രേഖയുടെ കണ്ണിൽ കണ്ണുനീര് വന്നു. അവള് ജോലി തപ്പി കുറെ നടന്നു. ഒരു ജോലി പോലും അവൾക്ക് കിട്ടിയില്ല. വിഷമത്തോടെ തിരിച്ചു വീട്ടിലേക്ക് വരും. ഒന്നും ചെയ്യാൻ പറ്റാതെ വിഷമത്തോടെ ഇരിക്കുന്ന മോഹൻ പറയും, എൻ്റെ അസുഖം മാറാൻ ഇനി എത്ര ദിവസം എടുക്കുമാവും. പക്ഷേ ഉരുളക്കിഴങ്ങുകളെല്ലാം വീട്ടിലിങ്ങനെ സൂക്ഷിച്ചാൽ അത് നശിച്ചു പോകുമെന്നുള്ള പേടിയുണ്ട്. ഭർത്താവ് പറയുന്നത് കേട്ട് രേഖയുടെ മനസ്സിലൊരു ഐഡിയ വന്നു. ഉരുളക്കിഴങ്ങ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് വിറ്റാൽ പോലും നമുക്ക് അധികം പൈസ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആലോചിക്കുക, നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് സമൂസ ഉണ്ടാക്കിയാലോ എന്ന്. നിങ്ങൾക്കറിയാലോ നമ്മുടെ പിള്ളേർക്ക് ഞാൻ ഉണ്ടാക്കുന്ന സമൂസ എന്ത് ഇഷ്ടമാണെന്ന്. അതെ അമ്മ, അമ്മ സമൂസ ഉണ്ടാക്കി വിറ്റാലുണ്ടല്ലോ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾ പറയുന്നത് വളരെ ശരിയാ. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ എരിവുള്ള സമൂസ ശരിക്കും കഴിക്കാൻ നല്ല രുചിയുള്ളതാണ്. എല്ലാരും പറഞ്ഞത് രേഖയ്ക്ക് സന്തോഷമായി. അവൾ അവളുടെ വെള്ളിമാല വിറ്റിട്ട് കുറച്ച് പൈസ കൊണ്ടുവരും. ആ പൈസ കൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങും. എന്നിട്ട് അടുത്ത ദിവസം ഉരുളക്കിഴങ്ങ് കൊണ്ട് അവൾ സമൂസ ഉണ്ടാക്കും. അതിന്റെ കൂട്ടത്തിൽ പുളിയും എരിവും ഉള്ള ചട്നിയും. അതുകൊണ്ടേ മാർക്കറ്റിൽ വിൽക്കും. ആ പെങ്ങളെ, ഒരു സമൂസ തരുമോ? ആ പിന്നെ ചട്നി കുറച്ചധികം ഇട്ടോളൂ. എത്ര സമൂസയ്ക്ക്? സാധാരണ സമൂസയല്ല ചേട്ടാ, മസാല സമൂസയാണ്. 10 രൂപയ്ക്ക് ഒരെണ്ണം. ആണോ? എങ്കിൽ 2 സമൂസ തരൂ.
രേഖ പെട്ടെന്ന് തന്നെ മസാല സമൂസ കൊടുക്കും. ആ കൊള്ളാം, ഈ സമൂസയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ആഹാ, ഈ മഴയത്ത് ഈ സമൂസ കഴിക്കാൻ നല്ല രസമാണ്. അങ്ങനെയെങ്കിൽ ഒരു 4 സമൂസ പാക്ക് ചെയ്തോളൂ. ഓ അതിനെന്താ? അയാള് പറഞ്ഞ കാര്യം അടുത്തുള്ള ആൾക്കാർ കേൾക്കും. എല്ലാരും അവളുടെ സമൂസ കഴിക്കാൻ വരും. എല്ലാരും വാങ്ങുകയും ചെയ്യും. ആദ്യ ദിവസം തന്നെ അവളുടെ സമൂസ വിറ്റുപോകും. ഇത് കണ്ട് രേഖയ്ക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഒരു ദിവസം അവള് മാർക്കറ്റ് സമൂസ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും കാലാവസ്ഥ പ്രശ്നമായി. ആ ദിവസം റിയയും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, നല്ല മഴ പെയ്യാൻ പോവാന്നാ തോന്നുന്നത്. റിയ മോളെ, വണ്ടിയുടെ അടിയില് ടാർപോളിൻ ഉണ്ട്, അതൊന്ന് എടുത്തു തന്നെ. ആ അമ്മ ഇപ്പൊ തരാലോ. അവൾ അപ്പൊ തന്നെ ടാർപോളിൻ കെട്ടുകയും ചെയ്യും. അപ്പോഴേക്കും നല്ല മഴ പെയ്യുകയും ചെയ്യും. അമ്മ, ഇടിമിന്നലും കേട്ടിട്ട് എനിക്ക് പേടിയാവണം അമ്മ. മഴ നല്ലോണം ഭീകരമായി വരികയായിരുന്നു. നല്ല മഴ കാരണം അവൾക്കും തടയാനായില്ല. മഴവെള്ളം അവളുടെ സമൂസയിൽ വീഴാൻ തുടങ്ങി. സമൂസ മുഴുവൻ വെള്ളം കയറിപ്പോയി. അന്നേ ദിവസം വീട്ടിൽ വരും. അടുത്ത ദിവസം രേഖ അവളുടെ ഉന്തുവണ്ടി നല്ല രീതിയിൽ കെട്ടിയിട്ട് മാർക്കറ്റിൽ സമൂസ വിൽക്കാനായിട്ട് ഇറങ്ങും. എന്റെ ദൈവമേ, ഇന്നലെ മുഴുവൻ നഷ്ടമായിരുന്നു എനിക്ക്, ഇന്ന് നഷ്ടം ഉണ്ടാവല്ലേ. അപ്പോഴേക്കും പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വന്ന് അവളുടെ ഉന്തുവണ്ടിയുടെ മേൽ ഒരു മരം അങ്ങ് വീഴും. അവളുടെ ഉന്തുവണ്ടി അങ്ങനെ നാശമായി. എന്റെ ദൈവമേ, പാവപ്പെട്ടവരെ ജീവിക്കാൻ നീ സമ്മതിക്കില്ലല്ലേ. എന്റെ ഉന്തുവണ്ടി പോയി. ഇനി ഞാൻ എങ്ങനെ സമൂസ ഉണ്ടാക്കി വിൽക്കും? അടുത്ത കുറച്ചു ദിവസം രേഖ വീട്ടിൽ തന്നെ നിൽക്കും. പിന്നീട് ഒരു ദിവസം ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കും. അയാൾ വഴിനീളെ നടന്ന് ജാമുൻ വിൽക്കുകയായിരുന്നു. അത് കണ്ട് അവൾക്കൊരു ഐഡിയ തോന്നി. അവളും തലയില് സമൂസ വെച്ച് വഴിയിൽ വിൽക്കാൻ നടക്കും. കൊട്ടയാണെങ്കിൽ മുഴുവനും കെട്ടിപ്പൂട്ടിയാണ് കൊണ്ടുപോകുന്നതും. നല്ല മഴ പെയ്യാൻ തുടങ്ങാൻ പോവായിരുന്നു. കുടുംബം നന്നായി നോക്കാൻ വേണ്ടി രേഖ അതൊന്നും നോക്കാതെ തന്നെ മഴയത്ത് നടന്ന് സമൂസ വിൽക്കാൻ തുടങ്ങി. മോൻ മോണ്ടൂനും അവളുടെ കൂടെ സമൂസ വിൽക്കാൻ പോണെന്ന് വാശി. അവനും അമ്മയുടെ കൂടെ അങ്ങ് ഇറങ്ങി. മഴയത്ത് നനഞ്ഞ് ഓരോ സ്ഥലത്തും പോയി സമൂസ വിൽക്കാൻ തുടങ്ങി. കൊട്ട അവര് നല്ല രീതിയിൽ അടച്ചു വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് സമൂസ ചീത്തയായില്ല. മഴയത്ത് മോണ്ടു നല്ല രീതിയിൽ നനഞ്ഞതുകൊണ്ട് അവന് വയ്യാണ്ടായി. മോണ്ടു നല്ല രീതിയിൽ തുമ്മാൻ തുടങ്ങി. മോണ്ടു, നീ നല്ല രീതിയിൽ തുമ്മുന്നുണ്ട്. മഴയത്ത് ഇനി മൂലം നീ ജോലിക്ക് വരണ്ട. അമ്മ ഇതെല്ലാം വിറ്റിട്ട് അങ്ങ് വന്നോളാം മോനെ. അടുത്ത ദിവസം രേഖ വഴിയിൽ കൊണ്ടു നടക്കാതെ റെയിൽവേയിലെ പ്ലാറ്റ്ഫോമിൽ വിൽക്കാൻ തുടങ്ങി. അവിടെ എല്ലാവരും വന്ന് അവളുടെ സമൂസ തിന്നാൻ തുടങ്ങി. എല്ലാവർക്കും അവളുടെ സമൂസ ഒരുപാട് ഇഷ്ടമായി. അവൾക്ക് അതുകൊണ്ട് നല്ല വരുമാനം കിട്ടാൻ തുടങ്ങി. സഹോദരി, നിങ്ങളുടെ എരിവുള്ള സമൂസ ഉണ്ടല്ലോ, സത്യത്തിൽ ഭയങ്കര ടേസ്റ്റാ. എനിക്ക് 2 സമൂസയും ചട്നിയും കൂടി തന്നോളൂ. രേഖ ഇപ്പൊ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി. ആ പൈസ അവള് സൂക്ഷിച്ചു വെക്കാനും തുടങ്ങി. അപ്പുറത്തെ ഇപ്പുറത്തെ കടകളുടെ കച്ചവടമൊക്കെ കുറഞ്ഞു. കാരണം അവൾക്ക് നല്ല കച്ചവടമായിരുന്നു. ഇപ്പൊ ചന്തു സമൂസയുടെ കടയിൽ നിന്ന് ആരും സമൂസ കഴിക്കാറില്ല. ആ സ്ത്രീ എരിവുള്ള സമൂസ വിൽക്കാൻ തുടങ്ങിയ അന്നു മുതൽ എൻ്റെ കച്ചവടം കുറഞ്ഞിരിക്കുക. ഒരു ഐഡിയ ഉണ്ട്. അവൾക്ക് ഇവിടെ ജോലി കൊടുക്കാം. അപ്പോൾ കഷ്ടപ്പാട് മുഴുവൻ അവൾക്കും ലാഭം മുഴുവൻ എനിക്കും. അതും ആലോചിച്ച് അയാൾ രേഖയുടെ അടുത്ത് പോയി ഈ കാര്യം പറയും. പക്ഷെ അവൾ അതിന് വേണ്ടെന്ന് പറയും. രേഖ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചന്തു അവന്റെ ആൾക്കാരെ കള്ള പോലീസായിട്ട് അവളുടെ അടുത്തേക്ക് വിടും. ഇവിടെ നിന്ന് പോ, ഇവിടെ സമൂസ വിൽക്കാൻ പറ്റില്ല. അതെന്തിനാ സാർ? ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ ടാക്സ് ഒക്കെ അടയ്ക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും അവിടെ ശരിക്കുള്ള പോലീസുകാരൻ വരും. രേഖയുടെ കയ്യിൽ നിന്നും എന്നും സമൂസ കഴിക്കുന്ന ആളായിരുന്നു. ആ പോലീസുകാരൻ കള്ള പോലീസുകാരെ പിടിക്കുകയും ചെയ്യും. ക്ഷമിക്കണം സാർ, ഞങ്ങൾ ആ കടക്കാരൻ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. പോലീസ് 2 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. രേഖയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സമൂസ വിൽക്കാൻ പറ്റും. കുറച്ചു കഴിയുമ്പോൾ മോഹന്റെ ആരോഗ്യം വീണ്ടും കിട്ടും. മോഹനും രേഖേനെ സഹായിക്കാൻ തുടങ്ങും. ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഒരുപാട് കഷ്ടപ്പെടാൻ തുടങ്ങി. ഒരുപാട് വരുമാനം വന്നു അവർക്ക്. അങ്ങനെ അവർ നല്ലൊരു വീടും വെക്കുകയും ചെയ്യും. അതിലെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കും. Thanks for watching.